എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ എളുപ്പത്തിൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് പറയുന്നത്. വീഡിയോ മുഴുവൻ കണ്ടിട്ട് നിങ്ങൾക്ക് ഉപകാരമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ഇതിനായിട്ട് ഒരു ഗ്ലാസ് അവൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകിയിട്ട് ഒരു അരിപ്പ വെച്ചിട്ട് നമുക്ക് ഈ അവൽ വേർതിരിച്ചെടുക്കാം. ഇതിലേക്ക് ഒഴിക്കുന്ന വെള്ളത്തിന് അളവൊന്നുമില്ല, കാരണം നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകി അവലൊന്ന് ഊറ്റിയെടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഞാൻ ഉപയോഗിക്കുന്ന അവില് പെട്ടെന്ന് തന്നെ കുതിരണതാണ്, അത് കാരണം ഞാൻ ജസ്റ്റ് ഒരു പ്രാവശ്യം ഒന്ന് വാഷ് ചെയ്തിട്ട് അവില് അരിച്ചെടുക്കുകയാണ് ചെയ്തത്. നിങ്ങളുടെ കയ്യിലുള്ളത് കൂടുതൽ കട്ടിയുള്ള അവിലാണെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് അത് കുതിർത്താനായി വെച്ചതിന് ശേഷം അരിപ്പ വെച്ചിട്ട് അവില് വേർതിരിച്ചെടുക്കാം. മാക്സിമം അവിലിലെ വെള്ളം മുഴുവൻ കളഞ്ഞിട്ട് അവില് വേർതിരിച്ചെടുക്കാനായിട്ട് നോക്കുക. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള, ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കാം, അത് കഴിയുന്നത്ര ചെറുതായി തന്നെ നുറുക്കിയെടുക്കുക. ഈ സവാളയും അവിലിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 8 അല്ലി വെളുത്തുള്ളിയുമാണ്. അത് രണ്ടും മാക്സിമം ചെറുതായി തന്നെ അരിഞ്ഞെടുക്കുക, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി എരിവിന് ആവശ്യമുള്ള പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഒന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം, കാരണം ഇതിലേക്ക് നമ്മൾ വേറെ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് വേണ്ടത് 1/4 ഗ്ലാസ് അരിപ്പൊടിയാണ്. അരിപ്പൊടി കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായി യോജിപ്പിക്കുക. അരിപ്പൊടിയുടെ അളവിൽ ചെറിയ വ്യത്യാസം ഓരോരുത്തർക്കും വരാം. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന അവിലിലുള്ള വെള്ളത്തിൻ്റെ അളവിനനുസരിച്ച് അരിപ്പൊടിയുടെ അളവ് കുറച്ച് കൂടുകയോ കുറയുകയോ ചെയ്യാം. ഇനി ഇതിവിടെ വെച്ചിട്ട് വേറൊരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നന്നായി കലക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ടിലേക്ക് ഈ മുട്ട കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം നന്നായി യോജിപ്പിക്കുക. എല്ലാം നന്നായി യോജിപ്പിച്ച് വരുമ്പോൾ കുറച്ച് ഡ്രൈ ആയ വിധത്തിലായിരിക്കണം ഈ കൂട്ട് തയ്യാറാവാൻ. എന്നാൽ മാത്രമേ നമുക്കിത് ഏതെങ്കിലും ഒരു ഷേപ്പിലേക്ക് മാറ്റാൻ സാധിക്കുകയുള്ളൂ. ഈ കയ്യിൽ കുറച്ച് എണ്ണ തടവിയ ശേഷം നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് മാറ്റാവുന്നതാണ്. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് അത് നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ഒരു 3 മിനിറ്റോളം കുക്ക് ചെയ്തതിന് ശേഷം ഒരു സൈഡ് നന്നായി ആയി വരുമ്പോൾ മറിച്ചിട്ട് കൊടുത്ത് എല്ലാ ഭാഗവും ഒരുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് എണ്ണയിൽ നിന്നും മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണിത്. വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി.